ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു കറി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 3 വഴുതനങ്ങ എടുത്ത് നല്ലോണം വാഷ് ചെയ്ത് ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തേക്കുവാണ്. ഞാൻ നല്ല കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ നമുക്കിനി അടുത്ത് ഈ അരിഞ്ഞെടുത്തേക്കുന്ന വഴുതനങ്ങയൊക്കെ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാല ചേർത്ത് 5 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വെറുതെ 5 മിനിറ്റ് മാറ്റി വെച്ച് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് എണ്ണ തൂത്ത് നമുക്ക് ഈ വെരവി വെച്ചേക്കുന്ന വഴുതനങ്ങയൊക്കെ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഞാൻ ഈ പാനിൽ തൂത്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ വഴുതനങ്ങ മിക്സ് ചെയ്തപ്പോൾ എണ്ണ ചേർത്താണല്ലോ മിക്സ് ചെയ്തത്. അത് കാരണം കുറച്ച് എണ്ണ മാത്രമേ പാനിൽ തൂത്തിട്ടുള്ളൂ. ഇനി ആ വഴുതനങ്ങ എല്ലാം ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തൈര് റെഡിയാക്കാം. തൈര് റെഡിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈരും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തേക്കണേ. കട്ട തൈരാണ് ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ അതേ തൈര് റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ വഴുതനങ്ങയുടെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി. നമുക്കപ്പോൾ അത് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ വഴുതനങ്ങ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഫ്രൈ ചെയ്ത വഴുതനങ്ങ നമ്മുടെ തൈരിലേക്ക് ഇട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ തൈരിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോയിഷ് കളറൊക്കെ വന്നു. ഇതിന് തൈര് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഫ്രൈ ചെയ്ത വഴുതനങ്ങയും തൈരിലേക്ക് ജസ്റ്റ് ഒന്നിട്ട് നമ്മൾ താളിപ്പും കൂടെ റെഡിയാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കണം. കടുക് വറുക്കാനായിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും 1 ടീസ്പൂൺ ജീരകം പിന്നെ വറ്റൽമുളകും 1 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 1 വറ്റൽമുളകും പിന്നെ ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും 2 താള് കരിവേപ്പില പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറിക്ക് വേറെ എരിവൊന്നുമില്ല. ആ വഴുതനങ്ങൻ്റെ ഒക്കെയുള്ള എരിവും മാത്രമേ ഉള്ളൂ. അത് കാരണം കുറച്ച് മുളക് പൊടി നമ്മൾ കടുക് വറുക്കുന്നതിനൊപ്പം ആ മുളക് പൊടിയും ചേർത്ത് അതും കൂടെ ഇളക്കി നമ്മൾ ഈ കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരൊറ്റ കറി വെച്ചിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.